നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെയർ 2 സ്വിച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് കോൺഫിഗർ ചെയ്യുക എങ്ങനെയാണ്. അതുപോലെ തന്നെ VLAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 2 VLAN ഉണ്ട്. VLAN 10, VLAN 20 എന്ന് പറഞ്ഞാൽ 2 VLAN ഉണ്ട്. അതിനകത്ത് VLAN 10 എന്ന് പറയുന്നത് സെയിൽസ് PCക്കാണ് നമ്മൾ അസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്വിച്ചിനകത്തുള്ള ഒരു കമ്പ്യൂട്ടർ VLAN 10ലും രണ്ടാമത്തെ കമ്പ്യൂട്ടർ VLAN 20ലും ആണുള്ളത്. ഓക്കെ, അപ്പോൾ VLAN എന്ന് പറയുന്നത് ഒരു VLAN എന്ന് പറയുന്നത് IP അഡ്രസ്സ് അതിൽ വരുന്നത് 192.168.10.1 ആ ഒരു സീരീസിലാണ്. അതായത് 10.1 എന്നുള്ള നമ്മൾ സ്വിച്ചിനാണ് കൊടുക്കുന്നത് IP അഡ്രസ്സ്, അതായത് വിർച്വൽ LAN ആണ് കൊടുക്കുന്നത്. അതിൽ വരുന്ന കമ്പ്യൂട്ടറുകളുടെ അഡ്രസ്സ് 192.168.10.2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കമ്പ്യൂട്ടറാണ് PC1, സെയിൽസ് PC1 192.168.10.2. അതുപോലെ തന്നെ അതിൽ വരുന്ന അതേ VLANൽ വരുന്ന രണ്ടാമത്തെ കമ്പ്യൂട്ടറാണ് സെക്കൻഡ് സ്വിച്ചിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ എവിടെയെങ്കിലും നമുക്ക് വെക്കാം. അതിനകത്തുള്ള സെയിൽസ് PC2 സെയിം സീരീസിലുള്ള IP ആണ് വരുന്നത് 192.168.10.3. ഓക്കെ, അപ്പോൾ ഈ ഒരു VLAN എന്ന് പറയുന്നത് VLAN 10ലുള്ള ഈ ഒരു കമ്പ്യൂട്ടറും ഈ ഒരു കമ്പ്യൂട്ടറും, അതായത് സെയിൽസ് PC1ഉം സെയിൽസ് PC2ഉം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും VLAN എന്ന് പറയുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് PC1ഉം മാർക്കറ്റിംഗ് PC2ഉം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അത് രണ്ടും VLAN 20 എന്നുള്ള ഒരു കോൺഫിഗറേഷനിലാണുള്ളത്. പക്ഷേ മാർക്കറ്റിംഗ് PCയും സെയിൽസ് PCയും പരസ്പരം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കില്ല. അത് ലെയർ 2 സ്വിച്ചിലാണ് പറഞ്ഞത്, VLAN സ്വിച്ചിങ്ങിൽ. പക്ഷേ നമുക്ക് ഈ ഇന്റർ VLAN കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് VLAN 1 നിന്ന് VLAN 2ലോട്ടുള്ള കമ്പ്യൂട്ടറായിട്ട് കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൗട്ടിംഗ് പർപ്പസ് യൂസ് ചെയ്യണം. അതായത് IP റൗട്ടിങ് നമ്മൾ പോസിബിൾ ആകണം. ഇപ്പോൾ ഒരേ രീതിയിലുള്ള IP സീരീസിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയുള്ളൂ. അതായത് 10.2 എന്ന് 20.2ലോട്ട് നോർമലി ലെയർ 2 കോൺഫിഗറേഷനിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അത് പോസിബിൾ ആക്കാൻ നമ്മൾ ലെയർ 3 കോൺഫിഗറേഷൻ യൂസ് ചെയ്യും. അതിനകത്ത് ഒരു ലെയർ 3 സ്വിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും സ്വിച്ച് തന്നെയാണ്, പക്ഷേ റൗട്ടർ അല്ല. നോർമൽ കേസിൽ റൗട്ടറാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ അഡീഷണൽ ഈ കമാൻഡ്സും കോൺഫിഗറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഇത് ലെയർ 3 സ്വിച്ചാണ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മളൊരു IP റൗട്ടിംഗ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റൗട്ടിംഗ് സിസ്റ്റം പോസിബിൾ ആക്കാം. അതായത് ഇന്റർ VLAN കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. വിർച്വൽ LAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്, ലോജിക്കലി നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് വിർച്വൽ LAN എന്ന് പറയുന്നത്. ഓക്കെ, VLAN അല്ലെങ്കിൽ വിർച്വൽ LAN എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ കൂടുതൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഗ്രൂപ്പിനെ മാറ്റി നിർത്തുക, മറ്റൊരു ഗ്രൂപ്പിനെ വേറെ ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കുക. അതായത് ഡിവൈഡ് ചെയ്യുക, ലോജിക്കലി ഡിവൈഡ് ചെയ്യുക. IP അഡ്രസ്സിൻ്റെ ബേസിലോ MAC അഡ്രസ്സിൻ്റെ ബേസിലോ നമ്മൾ ലോജിക്കലി ഡിവൈഡ് ചെയ്യുന്നതാണ് VLAN, അതായത് വിർച്വൽ LAN എന്ന് പറയുന്നത്. അപ്പോൾ ആ വിർച്വൽ LANനകത്തുള്ള ഗ്രൂപ്പിലുള്ള സിസ്റ്റങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ള VLAനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ക്യാൻ ബി ഡിവൈഡഡ് ബൈ സ്വിച്ചസ് യൂസിങ് കൺസെപ്റ്റ് ഓഫ് VLAN, അതാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, VLAൻ്റെ ഡാറ്റ, VLAനകത്ത് ഒരു VLAനകത്ത് വരുന്ന ഡാറ്റ ആ ഒരു VLAനകത്ത് മാത്രമാണ് സർക്കുലേറ്റ് ചെയ്യുക നോർമൽ കേസിൽ. ഓക്കെ, ആ ഒരു ഡാറ്റ ഒരു VLAൻ്റെ അകത്തുനിന്നും മറ്റൊരു VLAനിലോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് VLAN റൗട്ടിംഗ് ആവശ്യമാണ്. അത് നമുക്ക് ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട്, സ്വിച്ചിനകത്ത് കമാൻഡ് യൂസ് ചെയ്തിട്ട് പോസിബിൾ ആക്കാവുന്നതാണ്. ഓക്കെ, VLAൻ്റെ റേഞ്ചസ് നോക്കാം. നമ്മൾ IPൻ്റെ ക്ലാസിഫിക്കേഷൻ റേഞ്ചസ് ഒക്കെ പഠിച്ചു. അതുപോലെ VLAN കോൺഫിഗറേഷന് ഒരു റേഞ്ച് ഉണ്ട്. നമ്മൾ VLAN ID എന്ന് പറഞ്ഞില്ല, VLAN 2, VLAN 3 എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ചാണ്
VLAN 0-യും VLAN 4095-ഉം അതാണ് നമുക്ക് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്, റിസർവ്ഡ് VLAN ആണ്. നമുക്ക് യൂസബിൾ ആയിട്ടുള്ള VLAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VLAN 2 മുതൽ 1001 വരെയാണ് നോർമൽ കേസിൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ളതും എഡിറ്റ് ചെയ്യാനൊക്കെ പോസിബിൾ ആയിട്ടുള്ളത്. VLAN 1 എന്ന് പറയുന്നത് ഒരു സ്വിച്ച് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഡിഫാൾട്ടായിട്ട് എല്ലാ പോർട്ടുകളും അസൈൻ ചെയ്തിട്ടുള്ള ആണ് VLAN 1 എന്നുള്ളത്. ഓക്കെ, നമ്മളൊരു സ്വിച്ച് വാങ്ങി കോൺഫിഗർ ചെയ്യാതെ നമ്മൾ നേരിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ കണക്ഷൻസും VLAN 1-ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, വിർച്വൽ ലാൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള പോർട്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. VLAN 2 മുതൽ VLAN 2, 3 എത്ര വിർച്വൽ ലാൻ വേണോ അത്രയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പോർട്ടിൻ്റെ എണ്ണം അനുസരിച്ച്, ഇപ്പോൾ 24 പോർട്ടുള്ള ഒരു സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് പോർട്ടുകൾ അസൈൻ ചെയ്ത് കൊടുക്കാം, ഓരോ VLAN-ന് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ VLAN 2 യൂസ് ചെയ്തു, VLAN 3 യൂസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സാമ്പിളിനകത്ത് VLAN 10-ഉം 20-ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഐ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ VLAN 102 മുതൽ 105 വരെ സിസ്കോൻ്റെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ VLAN 10 മുതൽ 4094 വരെ എക്സ്റ്റെൻഡഡ് VLAN എന്ന് പറയും. അത് എന്താണ്, സർവീസ് പ്രൊവൈഡറുകളും അങ്ങനെയുള്ള ആവശ്യക്കാരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ യൂസബിൾ അല്ലാതെ. അപ്പോൾ നമുക്ക് നോർമൽ യൂസിന് പോസിബിളായിട്ട് ഉള്ള VLAN ID VLAN 2 മുതൽ VLAN 1001 വരെയാണ് നോർമലായിട്ടുള്ള VLAN റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഹൗ ടു കോൺഫിഗർ ഇന്റർ VLAN റൗട്ടിംഗ് ഓൺ ലെയർ 3 സ്വിച്ചസ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടത് നമുക്ക് എന്താണ്, IP റൗട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ് വേണ്ടത്. ഓക്കെ, ടു പെർഫോം ദ റൗട്ടിംഗ് ഫങ്ഷൻസ്. നോർമൽ സ്വിച്ചുകൾ എന്താണ് റൗട്ടിംഗ് ഫങ്ഷൻ ചെയ്യില്ല നോർമലായിട്ടുള്ളത്. അതിന് നമ്മൾ ആ ഒരു ഫങ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കമാൻഡാണ്, എനേബിൾ ചെയ്യുന്ന കമാൻഡാണ്, എനേബിൾ ചെയ്യുന്ന ഫങ്ഷനാണ് IP റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കമാൻഡായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സാമ്പിളിനകത്ത് ഇതാണ് എക്സാമ്പിൾ ചിത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ 192.168.10.1 എന്ന് പറഞ്ഞ ഒരു VLAN ക്രിയേറ്റ് ചെയ്യും. അതായത് VLAN 10 എന്നുള്ള ഒരു VLAN ക്രിയേറ്റ് ചെയ്യും. അതിന് IP നമ്മൾ കൊടുക്കും 192.168.10.1. ഓക്കെ, അതേപോലെ VLAN 20 എന്ന് പറഞ്ഞ് വേറൊരു VLAN ക്രിയേറ്റ് ചെയ്യും. അതിന് നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ്സ് 192.168.20.1. ഓക്കെ, അങ്ങനെ 2 VLAN ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ദീസ് 2 IP അഡ്രസ് വിൽ ബി ദ ഡിഫാൾട്ട് ഗേറ്റ്വേ അഡ്രസ് ഫോർ ഹോസ്റ്റിംഗ് VLAN 10 ആൻഡ് 20. അപ്പോൾ ഈ VLAN 10-നകത്തുള്ള കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡിഫാൾട്ട് ഗേറ്റ്വേ ആയിരിക്കും 192.168.10.1. അതുപോലെ VLAN 20-ക്കകത്തുള്ള കമ്പ്യൂട്ടറിൻ്റെ ഡിഫാൾട്ട് ഗേറ്റ്വേ ആയിരിക്കും 192.168.20.1. ഓക്കെ, അപ്പോൾ അത് രണ്ടും പരസ്പരം നോർമൽ കേസിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IP റൗട്ടിംഗ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ ഓൾ ഇൻ്റർഫേസ് കണക്റ്റിംഗ് ദ സ്വിച്ചസ് മസ്റ്റ് ബി കോൺഫിഗർഡ് ആസ് ട്രങ്ക് പോർട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 സ്വിച്ചിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്നുള്ള കമാൻഡ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്, അതുപോലെ തന്നെ സ്വിച്ച് പോർട്ട് ട്രങ്ക് ആക്സസ് VLAN ഓൾ എന്നുള്ള ഒരു കമാൻഡാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു കമാൻഡാണ് .1Q എന്ന് പറഞ്ഞൊരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ട്രങ്കായിട്ടാണ് നമ്മളത് സ്വിച്ചുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിള് അസൈൻ ചെയ്യുന്നത്. അതായത് VLAN 10-ഉം VLAN 20-യും ഒക്കെ അങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ട്രങ്കായിട്ടാണ് അതിൻ്റെ കേബിളുകൾ, അതായത് ഇൻ്റർഫേസുകൾ അസൈൻ ചെയ്യുന്നത്.
Traffic between VLAN 10 and VLAN 20 will be routed by layer 3 switch after configuring VLAN routing. അതായത് VLAN 10ഉം VLAN 20ഉം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ VLAN റൗട്ടിംഗ് എന്ന് പറഞ്ഞ ഫങ്ഷൻസ് എന്താണ് കോൺഫിഗർ ചെയ്യണം. അതിനുശേഷമാണ് അത് പോസിബിൾ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സിസ്കോയുടെ പാക്കറ്റ് ട്രേസറിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ സിസ്റ്റം ഓപ്പൺ ചെയ്യാണ്. സിസ്കോ പാക്കറ്റ് ട്രേസർ. സിസ്കോയുടെ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഐക്കണാണ് ഇവിടെ കാണുന്നുണ്ടാവും. ഒരു ലെറ്ററിൻ്റെയും ഒരു എന്താണ് ഒരു മാഗ്നിഫയറിൻ്റെ ഒക്കെ സിമ്പിളായിട്ട് കാണിക്കുന്നതാണ് പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ലോഗിൻ ചെയ്യുന്ന മെത്തേഡ്, ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ netacad.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്തായാലും സൈനപ്പ് ചെയ്യണം. പുതിയൊരു യൂസർ ആണെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, ഫയലൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അക്കൗണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് നമുക്ക് ശരിക്കും ഇമെയിലിനകത്തോട്ടാണ് വരിക. നേരിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് കൊടുക്കില്ല. പാസ്വേഡൊക്കെ ഇമെയിലിനകത്തോട്ടാണ് വരിക. പാസ്വേഡ് കൊടുക്കാതെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ നല്ലത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അത് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിനകത്ത് അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള കോൺഫിഗറേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് നേരത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ലേഔട്ടിൽ നമ്മൾ ആദ്യം സിസ്റ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. 4 കമ്പ്യൂട്ടറും 2 സ്വിച്ചും ഒരു ലെയർ 3 സ്വിച്ചും ആദ്യം അറേഞ്ച് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് 4 കമ്പ്യൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇവിടുന്ന് കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്യുക. അതിന് വലത് ഭാഗത്തുള്ള ഈ കോളത്തിനകത്തുനിന്ന് കമ്പ്യൂട്ടർ ഡ്രാഗ് ചെയ്തിട്ട് മുകളിലോട്ടിടുക. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറായി. നമുക്ക് 4 കമ്പ്യൂട്ടറാണ് വേണ്ടത്. 4 എണ്ണം ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. അപ്പോൾ ആ 4 നമുക്ക് പേര് കൊടുക്കാം. സെയിൽസ് PC 1, ഇത് മാർക്കറ്റിംഗ് PC, PC 1, ഇത് സെയിൽസ് PC 2, ഇത് മാർക്കറ്റിംഗ് PC 2. ഇത്രയും നമ്മൾ പേര് കൊടുത്തു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നമുക്ക് IP അഡ്രസ്സ് അസൈൻ ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്വിച്ച് ആഡ് ചെയ്യാം. സ്വിച്ച് ഇതിനകത്ത് ഇതാണ് സ്വിച്ച്. അതിനകത്തുനിന്ന് 2 സ്വിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഈ 4 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള കേബിൾ നമ്മൾ സ്വിച്ചും കമ്പ്യൂട്ടറും പരസ്പരം കണക്ട് ചെയ്യുക ക്രോസ് ഓവർ കേബിൾ വെച്ചിട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറും ഡിഫറെൻറ്റ് ടൈപ്പ് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ഓവർ കേബിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇതർനെറ്റ് 01-നകത്തുനിന്ന് സ്വിച്ചിൻ്റെ ഇതർനെറ്റ് 01-ലോട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് പോർട്ടിൽ നിന്ന് ഫാസ്റ്റ് ഇതർനെറ്റ് 0 സ്വിച്ചിൻ്റെ ഇതിൻ്റെ രണ്ടാമത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്യും. അതുപോലെ ഈ രണ്ടാമത്തെ സ്വിച്ചിലും അതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്യും.
ഫാസ്റ്റ് ഇഥർനെറ്റ് 0, ഫാസ്റ്റ് ഇഥർനെറ്റ് 0.1 0/1. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റിന്ന് ഈ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2. ഓക്കെ, ഇത്രയും കണക്ട് ചെയ്തു. ഇതിൻ്റെ സ്വിച്ചിൻ്റെ പേര് നമുക്ക് മാറ്റാം. സ്വിച്ച് 1 ഇത് രണ്ടും ഒരേ പേര് പോസിബിൾ അല്ല, അതുകൊണ്ട് ആദ്യം ഇതിൻ്റെ പേര് മാറ്റാം. സ്വിച്ച് 2 ഇത് സ്വിച്ച് 1. ഓക്കെ, സ്വിച്ച് 1 സ്വിച്ച് 2. ഇനി നമുക്ക് ലെയർ 3 സ്വിച്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ തന്നെ സെക്ഷനിൽ വന്നു. ഇത് മൾട്ടി ലെയർ സ്വിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. S3560 എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ കേബിൾ വഴി കണക്ട് ചെയ്യണം. ഫാസ്റ്റ് ഇഥർനെറ്റ് കേബിൾ വെക്കാൻ പറ്റും, ജിഗാബൈറ്റ് വേണമെങ്കിൽ അത് വെക്കാം. ഞാൻ നോർമലായിട്ട് ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ് ഇഥർനെറ്റ് 0/3ഉം അതുപോലെ തന്നെ മൾട്ടി ലെയർ സ്വിച്ചിൻ്റെ FA01 ഫാസ്റ്റ് ഇഥർനെറ്റിന് നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ FA01 ആണ് കൊടുക്കുന്നത് കേട്ടോ. കോൺഫിഗർ ചെയ്യുന്ന ടൈമിൽ FA01 ടൈപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ മൂന്നാമത്തെ പോർട്ടിൽ നിന്ന് മൾട്ടി ലെയർ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കോൺഫിഗറേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ കോൺഫിഗർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇനി VLAN 10 ക്രിയേറ്റ് ചെയ്യണം, VLAN 20 ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്വിച്ച് 1 പോയിട്ട് അവിടെ നമുക്ക് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1ലും 2ലും എല്ലാം സെയിം കോൺഫിഗറേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് എങ്ങനെയാണെങ്കിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കും. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ലെയർ 2 സ്വിച്ച് 1 and 2. ആദ്യം നമ്മൾ എനേബിൾ ചെയ്യണം, VLAN 10 ക്രിയേറ്റ് ചെയ്യണം, പേര് കൊടുക്കണം, എക്സിറ്റ് ചെയ്തിട്ട് VLAN 20 കൊടുക്കണം, അതിനൊരു പേര് കൊടുക്കുക, എക്സിറ്റ് ചെയ്യുക, റൈറ്റ് കോൺഫിഗറേഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു കമാൻഡ് നമുക്കിവിടെ ചെയ്ത് നോക്കാം. അത് രണ്ട് സ്വിച്ചിലും മാറി മാറി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു, അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുത്തു. ഈ CLI എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ എൻ്റർ അടിക്കുക. അപ്പോൾ സ്വിച്ച് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ നമ്മൾ ഈ N ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ അത് എനേബിൾ ആവും. അല്ലെങ്കിൽ എനേബിളിന് ടൈപ്പ് ചെയ്യാം. എനേബിളിന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഐക്കൺ മാറി. ഇനി നമുക്ക് എന്താണ് VLAN ക്രിയേറ്റ് ചെയ്യണം അല്ലേ, 2 VLAN ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ VLAN ഇതിൽ കൂടുതൽ നേരത്തെ ഇതുപോലെ എൻ്റെ ഹോസ്റ്റ് നെയിം ഒന്നും സെപ്പറേറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. VLAN 10 ക്രിയേറ്റ് ചെയ്യാം. VLAN 10 ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കോൺഫിഗർ ടെർമിനൽ അടിച്ചില്ല. ഓക്കെ, കോൺഫിഗ് T അടിച്ചു കഴിഞ്ഞാൽ ആണ് നമുക്ക് കോൺഫിഗർ ടെർമിനലിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, കോൺഫിഗർ T എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം VLAN സ്പേസ് 10, അതുപോലെ തന്നെ അതിന് നെയിം കൊടുക്കാം, നെയിം സെയിൽസ്, VLAN 20. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ചതിന് ശേഷം VLAN ക്രിയേറ്റ് ചെയ്യാം, അല്ലാണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നെയിം മാർക്കറ്റിംഗ്. ഇങ്ങനെ 2 VLAN നമ്മൾ പേര് കൊടുത്തു. അതായത് നമ്മൾ സ്വിച്ചിനൊന്നും വേറെ ഹോസ്റ്റ് നെയിം ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ചിന് ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലോർ 1 ഫ്ലോർ 2 എന്നൊക്കെ വരും. സ്വിച്ച് എന്നുള്ളിടത്തിൽ പകരം അങ്ങനെ പേര് വരും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഇവിടെ എൻഡ് ടൈപ്പ് ചെയ്തു, WR റൈറ്റ് മെമ്മറി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ സ്വിച്ചിനകത്ത് ഒന്നാമത്തെ സ്വിച്ചിൽ നമ്മൾ VLAN 10 ക്രിയേറ്റ് ചെയ്തു, അതിന് പേര് കൊടുത്തു. VLAN 20 ക്രിയേറ്റ് ചെയ്തു, അതിന് പേര് കൊടുത്തു, പിന്നെ സേവ് ചെയ്തു. അത്രയും ചെയ്തു. ഓക്കെ, ഇനി അതേ കാര്യം നമുക്ക് രണ്ടാമത്തെ സ്വിച്ചിലും ചെയ്യാം. ഓക്കെ, CLI എടുക്കുക, എനേബിൾ അടിക്കുക, കോൺഫിഗ് ടെർമിനൽ, അതായത് കോൺഫിഗ് T, പിന്നെ VLAN 10, നെയിം
സെയിൽസ് VLAN 20 നെയിം മാർക്കറ്റിംഗ് ഇത്രയും കൊടുത്തു. എൻഡ് അടിച്ചു, റൈറ്റ് മെമ്മറി അടിച്ചു. ഓക്കെ, റൈറ്റ് മെമ്മറിക്ക് WR എന്ന് മാത്രം അടിച്ചാൽ മതി. അതല്ല റൈറ്റ് മെമ്മറിന്ന് കംപ്ലീറ്റ് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ W എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അടിക്കുക, R എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇത് മിനിമൈസ് ചെയ്യാം. ഓക്കെ, രണ്ട് സ്വിച്ചിനും നമ്മൾ VLAN അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഓരോ സ്വിച്ചിനകത്തുനിന്നും നമുക്ക് VLANലേക്ക് വേണ്ട പോർട്ട് ഏതൊക്കെയാണെന്നുള്ളത് അസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഇഥർനെറ്റ് 1 നമ്മൾ സെയിൽസിൻ്റെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ എക്സാമ്പിളിനകത്ത് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഇഥർനെറ്റ് സെയിൽസ് PC കൊടുത്തിട്ടുള്ളത് ഫാസ്റ്റ് ഇഥർനെറ്റ് 01 അതായത് സ്വിച്ചിൻ്റെ 01 എന്ന പോർട്ടിലാണ് സെയിൽസ് PC കൊടുത്തത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് PC കൊടുത്തത് പോർട്ട് 2. അപ്പോൾ നമ്മൾ പോർട്ട് 1 VLAN 10 പോർട്ട് 2 VLAN 20 അസൈൻ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ട കമാൻഡ് എന്താണ്? config t എന്ന് പറഞ്ഞ് അടിക്കണം. പിന്നെ ഇൻ്റർഫേസിൻ്റെ പേര് കൊടുക്കുക. ഇൻ്റർഫേസ് FA01, പിന്നെ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് VLAN 10, സ്വിച്ച് പോർട്ട് അതുപോലെ തന്നെ VLAN 2. ആ ഒരു കാര്യം ചെയ്യാം. ഇത് നമ്മൾ രണ്ട് സ്വിച്ചിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ സ്വിച്ച് എടുക്കുക, കോൺഫിഗ് ടെർമിനൽ അടിക്കാം. കോൺഫിഗർ ടെർമിനൽ, ഇൻ്റർഫേസ് ഞാനിവിടെ ഷോർട്ടാക്കി അടിക്കാം കേട്ടോ. INT FA0/1 അത്രേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 01 എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഷോർട്ടാക്കി INT FA01 എന്നേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് സ്വിച്ച് പോർട്ട് മോഡ് SW സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് എൻ്റർ. സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10. ഓക്കെ, ഇത് നമ്മൾ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 നമ്മൾ സെറ്റ് ചെയ്യുന്നത് VLAN 10. ഓക്കെ, എൻ്റർ അടിക്കാം. അതിനുശേഷം എക്സിറ്റ് അടിക്കാം. എന്നിട്ട് ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് 02 എടുക്കുക. ഇപ്പോൾ നമ്മൾ 1 കൊടുത്ത സമയത്ത് ഇവിടെ ഒരു ആംബർ കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടില്ലേ? കാരണം അത് കോൺഫിഗറേഷൻ നമ്മൾ ഇപ്പോൾ ഈ പോർട്ടിലാണ് ചെയ്തത്, ഫാസ്റ്റ് ഇഥർനെറ്റ് 01. ഓക്കെ, ഇനി ഫാസ്റ്റ് ഇഥർനെറ്റ് 02 നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്യാൻ പോവാണ്. അത് കുറച്ച് ടൈം എടുത്താൽ വീണ്ടും ഗ്രീൻ കളറിലോട്ട് മാറും. ഓക്കെ, INT FA0/2. ഓക്കെ, അതിനകത്ത് നമ്മൾ നേരത്തെ അതേ കമാൻഡിനടിക്കും. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്, പിന്നെ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20. ഇത്രയും കൊടുത്തു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ എന്താണ് നോ ഷട്ട് ഡൗൺ എന്നുള്ള കമാൻഡ് വേണമെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, നമ്മളെ ലിസ്റ്റ് പ്രകാരം ഞാൻ കൊടുക്കുന്നില്ല. എൻഡ് WR അതൊക്കെ അത്രയും ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്ക് സമയം പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ പോർട്ട് ഓഫ് ആവില്ല, ഇപ്പോൾ ഓൾവേസ് ഓൺ ആയി കിടക്കും. ഓക്കെ, ഓൾവേസ് അപ്പ് ആയി കിടക്കും. ഇപ്പോൾ രണ്ടാമത്തെ പോർട്ടിലെ കോൺഫിഗറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതേ കോൺഫിഗറേഷൻ രണ്ടാമത്തെ സ്വിച്ചിലും ചെയ്യണം. ഇത് തുറക്കാം, config t enter INT FA0/1 enter switch port mode access switch port access
VLAN 10 എക്സിറ്റ് INT FA0/2 ഇനി രണ്ടാമത്തെ പോർട്ടിലോട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യാനാണ് സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20. ആദ്യം നമ്മൾ എന്താണ് സ്വിച്ച് പോർട്ട് മോഡ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു കമാൻഡ് കമ്പൽസറി ആണ്. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് എന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ സ്വിച്ച് പോർട്ട് ആക്സസ് VLAN ഏതാണോ അത് കൊടുക്കും. ഓക്കെ, എൻ്റർ ചെയ്തു, എൻഡ് അടിക്കുക, റൈറ്റ് മെമ്മറി WR അല്ല, എൻഡ് അടിച്ച് കഴിഞ്ഞില്ല, എൻഡ് WR എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആവും. എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് മെമ്മറി എന്നുള്ളതായി. എൻ്റർ അടിച്ചാലും സെയിം ആണ്. അതിന് പകരം നമ്മൾ WR എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും സെയിം ഫങ്ഷനാണ് നടക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് സ്വിച്ചിനകത്ത് നമ്മൾ VLAN പോർട്ട് കോൺഫിഗർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് ഈ മെയിൻ മൾട്ടി ലെയർ സ്വിച്ചിലാണ് നമ്മൾ IP അഡ്രസ്സ് ആഡ് ചെയ്യുന്നത്. അവിടെയാണ് വേറെ വീണ്ടും നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്യും. അതിനകത്താണ് നമ്മൾ IP അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ അകത്ത് വരുന്ന ഓരോ കമ്പ്യൂട്ടറും ഡിഫാൾട്ട് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഈ മൾട്ടി ലെയർ സ്വിച്ചാണ് ഡിഫാൾട്ട് ഗേറ്റ് വേ ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഓരോ സ്വിച്ചിലും നമ്മൾ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് ആക്സസ് ആക്കിയിട്ട് VLAN 10 VLAN 20 നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് ആയിട്ട് കോൺഫിഗർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പോർട്ട് നമ്പർ 1ഉം 2ഉം നമ്മൾ ചെയ്തു സ്വിച്ചിൻ്റെ. ഓക്കെ, ഓരോന്നും ആക്സസ് ആക്കിയിട്ട് VLAN 10ഉം VLAN 20 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പോർട്ട് നമ്പർ 3 ഉണ്ട്. അവിടുന്ന് നമ്മൾ രണ്ടാമത്തെ അതായത് മൾട്ടി ലെയർ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ട്രങ്ക് മോഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഇഥർനെറ്റ് 03 ട്രങ്ക് ആയിട്ട് സെറ്റ് ചെയ്യും രണ്ട് സ്വിച്ചിനകത്തും. ഓക്കെ, അപ്പോൾ അത് നോക്കാം. കോൺഫിഗ് ടെർമിനൽ INT FA0/3 സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എൻ്റർ. അതുപോലെ തന്നെ അതിനകത്ത് വേറെ എന്തെങ്കിലും അത്രേ ഉള്ളൂ. സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം അത് സേവ് ചെയ്യാം, ആ മെമ്മറി സേവ് ചെയ്യാം. എൻഡ് WR എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ സേവ് ചെയ്യാം. ഇനി അതേ രീതിയിൽ സ്വിച്ച് 2-നകത്തും അതേ കോൺഫിഗറേഷൻ ചെയ്യാം. കോൺഫിഗ് T INT FA0/3 എൻ്റർ. സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എൻ്റർ. എൻഡ് WR. അത്രയും നമ്മൾ രണ്ടും ഒരേ കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്വിച്ചിൽ ചെയ്ത കാര്യം തന്നെയാണ് രണ്ടാമത്തേലും ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ് പോർട്ട് നമ്മൾ ട്രങ്ക് ആക്കി. ഓക്കെ, കേബിളിൻ്റെ എൻഡിൽ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഓരോന്ന് ആദ്യത്തെ നമ്മൾ ചെയ്തതിൻ്റെ കോൺഫിഗറേഷൻ ഇപ്പോൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ ഇപ്പോൾ ഇങ്ങനെ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി മെയിൻ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ ഉണ്ട്. അത് നമ്മൾ എന്താണ് അതിനകത്താണ് നമ്മൾ IP റൗട്ടിങ് സെറ്റ് ചെയ്യുന്നത്. VLAN ക്രിയേറ്റ് ചെയ്യും. ഓരോ VLANനും നമ്മൾ അതിനകത്ത് IP അഡ്രസ്സും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് മൾട്ടി ലെയർ സ്വിച്ച് ഓപ്പൺ ചെയ്തു. മൾട്ടി ലെയർ സ്വിച്ച് മുകളിൽ പേരുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുത്തു. ഓക്കെ,
ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്താണ് അത് ഞാനിവിടെ നോ എന്ന് കൊടുക്കണം, കാരണം നമ്മൾ മാനുവലായിട്ട് കോൺഫിഗർ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുക. അപ്പോൾ സ്വിച്ചിൻ്റെ എനേബിൾ ചെയ്യുക. ആദ്യം ഈ എൻ ടൈപ്പ് ചെയ്തു, എനേബിൾ ചെയ്തു. കോൺഫിഗർ ടെർമിനൽ അടിക്കുക. കോൺഫിഗ് ടെർമിനൽ അടിച്ചു. എന്നിട്ട് നമുക്ക് അവിടെ 2 VLAN ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എനേബിൾ IP റൗട്ടിംഗ് അല്ലേ, IP റൗട്ടിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഏറ്റവും ആദ്യം ചെയ്യുന്ന ആ കമാൻഡാണ് നമ്മളിവിടെ. ഈ ഒരു കമാൻഡാണ് നമുക്ക് സ്വിച്ചിങ് ഫംഗ്ഷൻ, അതായത് റൗട്ടിംഗ് ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതുണ്ടെങ്കിൽ മാത്രമാണ് 2 VLAN പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് 2 VLAN ക്രിയേറ്റ് ചെയ്യാം. VLAN 10, VLAN 20, 2 VLAN അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിനകത്ത് ഇൻ്റർഫേസിന് നമുക്ക് ട്രങ്കായിട്ട് കോൺഫിഗർ ചെയ്യണം. ഓക്കെ, 2 VLAN നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഫാസ്റ്റ് ഇഥർനെറ്റ് 0.1 നമ്മൾ കൊടുത്തത്. അതിന് ആ ഒരു ഇൻ്റർഫേസ് ആക്സസ് ചെയ്യാം. INT FA01 എന്ന് കൊടുത്തിട്ട്, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഇതാണ്, സ്വിച്ച് പോർട്ട് ട്രങ്ക് encapsulation.1q. ഓക്കെ, encapsulation.1q എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചിട്ട് ഇനി വരേണ്ടത് ഇൻ്റർഫേസിലോട്ടാണ്. ഇൻ്റർഫേസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ 0.1 നമ്മളിപ്പോൾ ആദ്യം കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ INT FA0/1 എൻ്റർ അടിക്കാം. ഇനി നമുക്ക് സ്വിച്ച് പോർട്ട് മോഡ്, സ്വിച്ച് പോർട്ട് ട്രങ്ക് encapsulation.1q, ഇതാണ്, ഈ ഒരു കമാൻഡാണ് നമ്മൾ കൊടുക്കുന്നത്. സ്വിച്ച് പോർട്ട് ട്രങ്ക് encapsulation.1q. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിക്കാം. ഇനി നമുക്ക് വേണ്ടത് VLAN-നകത്തോട്ട് IP അസൈൻ ചെയ്യണം. അതിന് വേണ്ട കമാൻഡ്, ഇപ്പോൾ 1 നമ്മൾ ട്രങ്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ 2ാമത്തെ പോർട്ടിലും ആഡ് ചെയ്യണം അതേ രീതിയിൽ. ഓക്കെ, ഇൻ്റർഫേസ് 2ലും ആഡ് ചെയ്യണം ഇതേ രീതിയിൽ. അതിനുശേഷം VLAN IP അഡ്രസ് അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ 2ാമത്തെ പോർട്ട് FA02 എടുക്കുന്നതാണ്. INT കോൺഫിഗ് ടെർമിനൽ INT FA0/2 എടുക്കുക. തന്നെ ഈ ഒരു പോർട്ടാണ് നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് കേട്ടോ, 2ാമത്തെ പോർട്ട്. ഇനി അവിടെ നമുക്ക് സ്വിച്ച് പോർട്ട് ട്രങ്ക് encapsulation.1q എൻ്റർ അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇനി വേണ്ടത് നമുക്ക് VLAN ആക്സസ് ചെയ്തിട്ട് VLAN-നകത്ത് നമുക്ക് IP കോൺഫിഗർ ചെയ്യണം. അതിന് ഇൻ്റർഫേസ് VLAN 10 ടൈപ്പ് ചെയ്യും. ഓക്കെ, INT ഇൻ്റർഫേസ് VLAN 10 എന്ന് ടൈപ്പ് ചെയ്തിട്ട് IP അഡ്രസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് IP അഡ്രസ് ആഡ് ചെയ്യും ഓരോന്നിനും. ഓക്കെ, 2 VLAN-നും നമ്മൾ ആക്സസ് ചെയ്തിട്ട് IP അഡ്രസ് ക്രിയേറ്റ് ചെയ്യണം. ഇൻ്റർഫേസ് VLAN 10-ന് വേണ്ടിയിട്ട് നമ്മൾ 192.168.10.1 എന്നുള്ള IP ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻ്റർഫേസ് VLAN 2-നകത്ത് 192.168.20.1 എന്നുള്ള IP ആണ് കൊടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ VLAN 10 ആക്സസ് ചെയ്യാം. ആദ്യം INT ഇൻ്റർഫേസ് എന്ന് വേണമെങ്കിൽ ഇൻ്റർഫേസ് എന്ന് കൊടുക്കുക, VLAN സ്പേസ് 10. ഇനി IP അഡ്രസ് 192.168.10.1 സ്പേസ് 255.255.255.0. ഇതാണ് നമ്മൾ ഇൻ്റർഫേസ് VLAN 10 നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ്സ്. ഓക്കെ, എക്സിറ്റ്. ഇനി ഇൻ്റർഫേസ് VLAN 20 INT VLAN 20 ടൈപ്പ് ചെയ്തു. ഓക്കെ, എൻ്റർ അടിക്കുക. എന്നിട്ട് IP അഡ്രസ്സ് 192.168.20.1 സ്പേസ് 255.255.255.0. ഓക്കെ, അതിൻ്റെ IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും നമ്മൾ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എൻ്റർ അടിക്കാം. അതിനുശേഷം എൻ്റർ അടിക്കുക, WR ടൈപ്പ് ചെയ്തിട്ട് അത് സേവ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്താൽ നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് 4 കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ആ 4 കമ്പ്യൂട്ടറിനും ഈ ഒരു രീതിയിൽ IP അഡ്രസ്സ് അസൈൻ ചെയ്താൽ മതി. അതായത് സെയിൽസ് PCക്ക് 192.168.10.2 പിന്നെ 10.3 കൊടുക്കണം. മാർക്കറ്റിംഗ് PCക്ക് 192.168.20.2 20.3 കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ അവിടെ കഴിഞ്ഞു. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ എടുത്തു, കമ്പ്യൂട്ടറിനകത്ത് ഡെസ്ക്ടോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തു ഇവിടെ. എന്നിട്ട് IP അഡ്രസ് IP കോൺഫിഗറേഷനിൽ വന്നു. ഇനി IP വേർഷൻ 4 അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാണ്. 192.168.10.2. ഇത് PC1 ആണ്, സെയിൽസ് PC1 ആണ്. ഓക്കെ, ഇനി സബ്നെറ്റ് മാസ്ക് ഓട്ടോമാറ്റിക് വരും. ഡിഫാൾട്ട് ഗേറ്റ് വേ 192.168.10.1. ഓക്കെ, ഇതാണ് ഡിഫാൾട്ട് ഗേറ്റ് വേ. നമ്മൾ VLAN 10 കൊടുത്ത അഡ്രസ്സാണിത്. ഓക്കെ, ഇത്രയും കൊടുത്ത് അത് ക്ലോസ് ചെയ്യാം. ഇനി ഈ സെയിൽസ് PCയിലെ രണ്ടാമത്തെ സിസ്റ്റം ഇതാണ്. അവിടെ നമ്മൾ IP അഡ്രസ് കോൺഫിഗർ ചെയ്യാം. 192.168.10.3 കൊടുക്കുക. അവിടെ ഡിഫാൾട്ട് ഗേറ്റ് ടൈപ്പ് ചെയ്യാം. 192.168.10.1 ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ 2 സെയിൽസ് PCക്ക് IP അഡ്രസ്സ് കൊടുത്തു. അതേ രീതിയിൽ മാർക്കറ്റിംഗ് PCക്കും IP അഡ്രസ്സ് കൊടുക്കാം. ഡെസ്ക്ടോപ്പിൽ വന്നു, IP കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാം. IP വേർഷൻ 4 192.168.20.2. ഓക്കെ, ഇത് സെയിൽസ് മാർക്കറ്റിംഗ് PC1ലാണ്. 20.2 എന്നുള്ള IP അഡ്രസ്സ് കൊടുത്തു. സബ്നെറ്റ് മാസ്ക് ഓട്ടോമാറ്റിക് വരും. ഇനി നമുക്ക് ഡിഫാൾട്ട് ഗേറ്റ് വേ കൊടുക്കാം. 192.168.20.1 അതാണ് VLAN 2ൻ്റെ IP അഡ്രസ്സായിട്ട് നമ്മൾ കൊടുത്തത്. അതാണ് ഗേറ്റ് വേ ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് PCയുടെ രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് IP അഡ്രസ്സ് കൊടുക്കാം. 192.168.20.3 ആണ് രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് മാർക്കറ്റിംഗ് PCയിലെ. ഡിഫാൾട്ട് ഗേറ്റ് വേ 192.168.20.1. ഓക്കെ, ഇത്രയും കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് പിങ് ചെയ്ത് നോക്കാം ഓരോ കമ്പ്യൂട്ടറിന്. ഇനിയിപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടർ സെയിൽസ് PCന്ന് സെയിൽസ് PC2 കണക്ഷൻ കിട്ടണം അല്ലേ? അത് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെയിൽസ് PCനകത്തുനിന്ന് ഈ മൾട്ടി ലെയർ സ്വിച്ചിനകത്താണല്ലോ നമ്മളെ ഗേറ്റ് വേ ഉള്ളത് 192.168.10.1. അതിനകത്തോട്ട് പിങ് ആവുന്നുണ്ടോ നോക്കാം. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. ആദ്യം IP കോൺഫിഗ്. നമ്മളൊരു കമ്പ്യൂട്ടർ
കയ്യിൽ കിട്ടിയാൽ ആദ്യം അതിൻ്റെ IP അറിയാൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്ന കമാൻഡാണിത് IP config. ഓക്കെ, IP കോൺഫിഗറേഷൻ. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള IP-യുടെ കോൺഫിഗറേഷൻസ്, IP വേർഷൻ 4, 6, സബ്നെറ്റ് മാസ്ക്, ഡിഫാൾട്ട് ഗേറ്റ്വേ, ഇതെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെത് 192.168.10.2 ആണ്. നമുക്ക് ഈ 10.2ന്ന് ഇതിൻ്റെ ഗേറ്റ്വേ ആയിട്ടുള്ള 10.1 പിങ് ആവുന്നുണ്ടോ നോക്കണം. അതായത് പിങ് 192.168.10.1 കൊടുത്തു നോക്കാം. 10.1 കൊടുത്തപ്പോൾ പിങ് ആവുന്നുണ്ട്, റിപ്ലൈ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതേ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ സെയിൽസ് PC 2 കണക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. സെയിൽസ് PC 2ൻ്റെ IP അഡ്രസ്സ് 192.168.10.3 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 10.3 അടിച്ചു, എൻ്റർ അടിക്കാം. അപ്പോൾ സെയിൽസ് PC പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതേ രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് PC വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. മാർക്കറ്റിംഗ് PCൻ്റെ കമ്പ്യൂട്ടർ എടുത്തു, അതിനുശേഷം പിങ് കൊടുക്കുക. ആദ്യം IP കോൺഫിഗ് നോക്കാം. IP കോൺഫിഗ്, ഇതിൻ്റെ IP അഡ്രസ്സ് 192.168.20.2 ആണ്. അതിൻ്റെ ഡിഫാൾട്ട് ഗേറ്റ്വേ 20.1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പിങ് ചെയ്ത് നോക്കാം. പിങ് 192.168.20.1 20.1 പിങ് ആവുന്നുണ്ടോ നോക്കാം. പിങ് ആവുന്നുണ്ട്. ഓക്കെ, അതായത് ഡിഫാൾട്ട് ഗേറ്റ്വേന്ന് റിപ്ലൈ കിട്ടി. ഇനി നമുക്ക് 20.2ന്ന് 20.3 അതായത് മാർക്കറ്റിംഗ് PC 2 പിങ് ആവുന്നുണ്ടോ നോക്കാം. അതായത് 192.168.20.3 അതും പിങ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിൽസ് PCന്ന് സെയിൽസ് PCയിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് PCന്ന് മാർക്കറ്റിംഗ് PCയിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സെയിൽസ് PCന്ന് മാർക്കറ്റിംഗ് PCയിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. 192.1 പിങ് 192.168.10.10 അല്ല 20.2 ആണല്ലേ. 2 ആണ് രണ്ടാമത്തെ PC. മാർക്കറ്റിംഗ് PC 1 എന്ന് പറയുന്നത് 192.168.20.1 ആണ്. ഈ ഒരു കമ്പ്യൂട്ടറിലേക്കാണ് നമ്മളിപ്പോൾ പിങ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സെയിൽസ് PC 1 മാർക്കറ്റിംഗ് PC 1 പിങ് ചെയ്യാൻ നോക്കുന്നത്. എൻ്റർ അടിക്കാം. അപ്പോൾ അതും പോസിബിളാണ്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നോക്കിയപ്പോൾ ഈ സെയിൽസ് PCന്ന് മാർക്കറ്റിങ്ങിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർ VLAN റൗട്ടിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള റൗട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മൾട്ടി ലെയർ സ്വിച്ചിനകത്തുള്ള IP റൗട്ടിംഗ് എന്നുള്ള ഫങ്ഷനാണ്. ഓക്കെ, ഇനി അതേ രീതിയിൽ രണ്ടാമത്തെ കമ്പ്യൂട്ടറിലോട്ടും പോകുന്നുണ്ടോ എന്ന് നോക്കാം. സെയിൽസ് PC ഇവിടെ നല്ല നോക്കിയില്ലേ. സെയിൽസ് PC 1 മാർക്കറ്റിംഗ് PC 1 പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, സെയിൽസ് PCന്ന് ഇവിടുന്ന് ഈ സ്വിച്ച് വഴി ഇങ്ങോട്ട് മാർക്കറ്റിംഗ് PC 1 വന്നു. അതേ രീതിയിൽ സെയിൽസ് PCന്ന് സ്വിച്ച് വഴി മൾട്ടി ലെയർ സ്വിച്ച് വഴി സെയിൽസ് PC 2 അല്ലെങ്കിൽ മാർക്കറ്റിംഗ് PC 2 വരുന്നു എന്നുള്ളത് നോക്കാം. പിങ് 192.168.20.3 കൊടുക്കാം. അതായത് മാർക്കറ്റിംഗ് PC 2 ആണ്. ഓക്കെ, അതും പോസിബിൾ ആണ്. ഓക്കെ, ഡാറ്റ ലോസ് 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലെയർ 3 സ്വിച്ച് കോൺഫിഗർ ചെയ്തത് കൊണ്ട് റൗട്ടിംഗ് പോസിബിൾ ആണ്. അതായത് ഇന്റർ VLAN റൗട്ടിംഗ് പോസിബിൾ ആണ്.
ഒരു നെറ്റ്വർക്കിനകത്തുനിന്ന് വേറൊരു നെറ്റ്വർക്കിനകത്തോട്ട് നമുക്ക് പോസിബിളാണ്. സെയിൽസ് പി സിയിൽ നിന്ന് മാർക്കറ്റിംഗ് പി സിയിലോട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പോസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് സെൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഈ സ്വിച്ചിനകത്തുനിന്ന് സെയിൽസ് പി സിയിൽ നിന്ന് സെയിൽസ് പി സി 2 എങ്ങനെയാണ് ഡാറ്റ പോകുന്നത് നോക്കാം. സിമുലേഷൻ, എഡിറ്റ് ഫിൽറ്റേഴ്സ്, നമുക്ക് ICMP പാക്കറ്റ് മാത്രം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുന്ന് പോകുന്നത് സ്വിച്ചിലോട്ട് പോവും. സ്വിച്ചിൽ നിന്ന് വീണ്ടും മെയിൻ റൗട്ടറിലോട്ട് പോയി രണ്ടാമത്തെ സ്വിച്ചിലോട്ട് വന്നു. വീണ്ടും തിരിച്ച് സെയിൽസ് പി സിയിലോട്ട് വന്നു. വീണ്ടും അവിടുന്ന് റിപ്ലൈ തിരിച്ച് സ്വിച്ചിനകത്തോട്ട് വന്നു, സ്വിച്ച് 2-നകത്തോട്ട്. വീണ്ടും മൾട്ടി ലെയർ സ്വിച്ചിലോട്ട് വന്നു. അതിനുശേഷം സ്വിച്ച് 1-നകത്തോട്ട് വന്നിട്ട് വീണ്ടും സെയിൽസ് പി സിയിലോട്ട് വന്നു. അതാണ് ഇതിൻ്റെ പാക്കറ്റ് ട്രാവലിംഗ് വരുന്നത്. ഇനി നമുക്ക് ഒരു പാക്കറ്റ് സെയിൽസ് 1-നകത്തുനിന്ന് മാർക്കറ്റിംഗ് പി സി 2-നകത്തോട്ട് സെൻഡ് ചെയ്ത് നോക്കാം. ഇതേ രീതിയിൽ സ്വിച്ച് 1-ൽ വന്നു. സെയിൽസ് പി സിയിൽ നിന്ന് സ്വിച്ച് 1-ൽ വന്നു, ലെയർ മൾട്ടി ലെയർ സ്വിച്ചിൽ വന്നു. വീണ്ടും സ്വിച്ച് 2-നകത്തോട്ട് വന്നിട്ട് മാർക്കറ്റിംഗ് പി സിൻ്റെ കമ്പ്യൂട്ടറിനകത്തോട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഡാറ്റ ഓരോ സ്വിച്ച് വഴി എന്താണ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയും അതേ രീതിയിൽ തന്നെ തിരിച്ച് അതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് ലെയർ 3 സ്വിച്ചിൽ ലെയർ 3 കോൺഫിഗറേഷൻ, സ്വിച്ചിൻ്റെ ലെയർ 3 കോൺഫിഗറേഷൻ. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്.